കനത്ത മഴയിൽ തൃശൂർ പെരിഞ്ഞനത്ത് വീടുകളിൽ വെള്ളം കയറി 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. 30ഓളം പേരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. മൊത്തം വെള്ളക്കെട്ടിലാണ്. റോഡ് പണി പ്രകാരം ആണ് ഇങ്ങനെ വെള്ളം കെട്ടാൻ കാരണം. കൂടുതലും നേരത്തെ ഉണ്ടായ കുളങ്ങളും എല്ലാം നികത്തിയിട്ടാണ് ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ കാണക്കുള്ള സ്ലാവ് പണിതിട്ടുണ്ടായിരുന്നു, അത് മുഴുക്കുന്നുണ്ട്. അത് പില്ലറിൻ്റെ അടിക്കൂടി തുടച്ച് വിട്ടാലേ വെള്ളം അപ്പുറത്തേക്ക് കടന്നു പോകുള്ളൂ. ഇതേവരെയ്ക്കും ഞങ്ങൾ അവിടെ ഫാസ്റ്റ് ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന വന്നോടുകൂടി ഞങ്ങൾക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റാണ്ടായത്. 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ വീട് വെള്ളം ഏതൊരു വീട് എന്നും കൂടി കാണാൻ പറ്റാത്തൊരവസ്ഥയിലായി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇപ്പോൾ ഈ അഭയാർത്ഥി ക്യാമ്പിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയവർ പറയുന്നത് അവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പതിവില്ല എന്നാണ്. അപ്പോൾ എന്താണ് ഈ വെള്ളക്കെട്ടും ഈ വീടുകളിലേക്ക് വെള്ളം കയറാനും ഒക്കെ ഉണ്ടായ സാഹചര്യം? ജില്ലയിലെ പൊതുസ്ഥിതിയും എന്താണ്? വേണു, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ഈ കാനകൾ ഉൾപ്പെടെ ഈ അടച്ചു മൂടിയിരുന്നു. അതാണ് ഈ മേഖലയിൽ ഈ വെള്ളക്കെട്ടിന് കാരണമാക്കിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഈ പ്രദേശവാസികളും പറയുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥിതിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ മേഖലയാകെ ഉള്ളത്. പ്രത്യേകിച്ച് ഈ തീരദേശപാതയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശമാണ്. അവിടെ ഈ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടുള്ളതെന്നാണ് പറയുന്നത്. ഈ 1 മണിക്കൂറിനകത്ത് തന്നെ, ഈ മഴ പെയ്ത് 1 മണിക്കൂറിനകത്ത് തന്നെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ 20 വീടുകളിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതിൽ 10 കുടുംബങ്ങൾ മാത്രമാണ് നിലവിൽ ഈ ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളത്. ബാക്കി 10 കുടുംബങ്ങൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. 30-ലേറെ പേരാണ് ഇത്തരത്തിൽ ഈ ക്യാമ്പിൽ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകത അതാണ് ഈ വെള്ളക്കെട്ടിലാക്കിയത്, അല്ലെങ്കിൽ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നതിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണം നമ്മൾ നേരത്തെ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് നിലവിൽ ഈ ദേശീയപാത അതോറിറ്റിയുടെ ആളുകളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള അടിയന്തര സംവിധാനം ഒരുക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ തന്നെ വെള്ളം കയറി നിൽക്കുന്ന മേഖലയാണ്. അവിടെ സ്ഥിതി രൂക്ഷമാവും. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി തൃശ്ശൂർ നഗരത്തിലേക്ക് വന്നാൽ അശ്വിനി ആശുപത്രിയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് MLAയും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരും അടക്കമുള്ള സംഘം നിലവിൽ ഈ അശ്വിനി ആശുപത്രി സന്ദർശിച്ച് എന്താണ് അവിടെ വെള്ളക്കെട്ടിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച് ഇന്നലെ പെയ്ത 1 മണിക്കൂർ നീണ്ടുനിന്ന മഴയിൽ നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കയറി. ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴും ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചാലക്കുടിയിലടക്കം കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളതാണ് ചാലക്കുടിയിലെ സ്ഥിതി. വേണു ബാലകൃഷ്ണൻ. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.